ഇതുപോലെ എത്ര എത്ര കുട്ടികളുണ്ടെന്നോ. അടച്ചാക്ഷേപിക്കരുത്. എല്ലാവരിലും നല്ലതുണ്ട്, നമ്മളത് അറിയാൻ ശ്രമിക്കുന്നില്ല എന്ന് മാത്രം. ഈ ജനറേഷനിൽപ്പെട്ട എല്ലാവരും MDMA അടിച്ച് കറങ്ങി തിരിഞ്ഞ് നടക്കുകയല്ല. കുടുംബം നോക്കുന്ന, കുടുംബം ലഹരിയായിട്ട് കാണുന്ന കുട്ടികൾ ഇവരുടെ ഇടയിലുണ്ട്. നമ്മളതൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി. നമ്മുടെ വീട്ടിലൊക്കെ സ്വിഗ്ഗിയുടെയും സൊമാറ്റോയുടെയൊക്കെ ഓർഡർ ചെയ്യുന്ന സമയത്ത് വരുന്നവരിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. അവർ വൈകുന്നേരം സൊമാറ്റോയിലൊക്കെ ജോലി ചെയ്യുന്നു. സൊമാറ്റോൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്യാം. അപ്പം അതുകൊണ്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞ് ജോലി ചെയ്യുന്ന കുട്ടികളുണ്ട് അതിൽ. അപ്പോൾ അങ്ങനെയുള്ള എത്രയോ മക്കൾ നമുക്കിടയിലുണ്ട്. അതൊന്നും ആരും കാണില്ല, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല. നന്നേ ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബമെന്ന ഉത്തരവാദിത്തം തലയിലേറ്റിയ മക്കൾ മറ്റുള്ളവർ അമിതമായി ജീവിതം ആഘോഷിക്കുമ്പോൾ കുടുംബമാണ് ലഹരി എന്ന് പറഞ്ഞ് കിട്ടുന്ന 10 100 രൂപ 1000 രൂപ അമ്മയുടെ കൈ കൊണ്ട് കൊടുത്ത് വീട്ടിലെ ചിലവ് നടത്തിക്കൊള്ളാൻ പറയുന്ന കുട്ടികൾ. അങ്ങനെ ഒരു കുട്ടിയെ ഞാൻ കഴിഞ്ഞ ദിവസം കാണാനിടയായി. അങ്ങനെ ഒരു കുഞ്ഞിനോട് ഞാൻ ചോദിച്ചു, വീട്ടിലെല്ലാവരും ഇല്ലേ, പിന്നെ മോൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? കിട്ടുന്നതൊക്കെ അമ്മയുടെ അടുത്ത് കൊടുത്ത് കൂട്ടുകാരുടെ കൂടെ ഒന്നിനും പോകാതെ ജീവിതം സന്തോഷിക്കാതെ കളയുന്നത് എന്തിന് എന്ന് ചോദിച്ചു. അപ്പോഴും അവൻ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, അച്ഛനുണ്ട്, പക്ഷേ വീട്ടിലൊന്നും കൊടുക്കാറില്ല, അമ്മയ്ക്ക് ജോലിയില്ല, വീട്ടിൽ ഞാനാണ് മൂത്തത്, എനിക്ക് താഴെ 2 അനിയന്മാരുണ്ട്, അപ്പോൾ അവരെ ഞാനല്ലേ നോക്കേണ്ടത്. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇന്നത്തെ തലമുറയിൽ ഇങ്ങനത്തെ കുട്ടികളുണ്ട്. എനിക്കറിയാം അങ്ങനെയുള്ളവരുണ്ടെന്ന്, പക്ഷേ ഇത്രയും ഉത്തരവാദിത്വത്തോടു കൂടി ജീവിക്കുന്ന കുട്ടികളും ഉണ്ടല്ലോ. എല്ലാവരും MDMA ആയി പോയിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി. അങ്ങനെയുള്ളവരുണ്ടെന്ന് പങ്കുവയ്ക്കാൻ വേണ്ടി ചെയ്തതാണ് ഈ വീഡിയോ. എല്ലാവരെയും നമ്മൾ അടച്ചാക്ഷേപിക്കരുത്. നല്ല കുട്ടികളുണ്ട്, നമുക്ക് കൈമോശം വന്നിട്ടില്ല, കുടുംബം ലഹരിയായിട്ട് കരുതുന്നവരുണ്ട്. എല്ലാവരും ആഘോഷിച്ച് ജീവിക്കുകയല്ല, ഉത്തരവാദിത്വ ബോധമുള്ളവരുണ്ട്. അവരുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ടതായി തീരണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ജോലിക്കൊപ്പം പഠനവും കൂടി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. എല്ലാവരും അത് തിരിച്ചറിയുക. നിങ്ങളൊന്ന് കണ്ണോടിച്ചാൽ മതി. എല്ലാവരും ഓൺലൈനിലൊക്കെ സാധനങ്ങൾ വാങ്ങുന്നവരാണല്ലോ. അപ്പോൾ അവരുടെ പ്രായം, അപ്പോൾ ചെറിയ കുട്ടികളാവുമ്പോൾ അവരോടൊന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും അവർക്ക് എത്രമാത്രം ജീവിതഭാരം അവരുടെ തോളിലുണ്ടെന്ന്. എല്ലാറ്റിലും നെഗറ്റീവ് കാണാതെ പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചാൽ നമ്മൾ കാണുന്നതെല്ലാം പോസിറ്റീവായിരിക്കും. ഇങ്ങനെയുള്ളവരെയും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അതാണ് നമ്മുടെ ലോകം. അങ്ങനെയാണ്. നമുക്ക് എന്ത് കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, നമ്മളത് കാണും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. തലമുറ നല്ലതാണ്, നല്ലവരാണ്, അവരെ നമ്മൾ അംഗീകരിക്കും.